Hello everyone, welcome back. JEE Main 2024 സെഷൻ 1ന്റെ റിസൾട്ട് വന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇത്തവണയും നിരവധി വിദ്യാർത്ഥികൾ 90% എബവ് മാർക്ക് കരസ്ഥമാക്കി. ആ കുട്ടികളെ പരിചയപ്പെടുത്തുക. കൂടാതെ JEE Main 2024 സെഷൻ 1ലെ ചെറിയൊരു അനാലിസിസ് കൂടിയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ. ഇത്തവണ 208 കുട്ടികൾ 90% എബവ് കരസ്ഥമാക്കിയിട്ടുണ്ട്. 90% എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ JEE അഡ്വാൻസ് എഴുതാനുള്ള ഒരു കട്ട് ഓഫ് ഒക്കെ ആയിട്ട് ജനറൽ കാറ്റഗറിയിൽ മാറാറുണ്ട്. മറ്റ് കാറ്റഗറികളാണെങ്കിൽ അതിനും താഴെയുള്ള കട്ട് ഓഫ് ഒക്കെയാണ് വരാറുള്ളത്. നമ്മൾ ആ ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് പിന്നീട് കടക്കും. 208 കുട്ടികളാണ് ഇത്തവണ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 90% ഓർ എബവ് കരസ്ഥമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ദാറ്റ് വാസ് അറൌണ്ട് 170. സോ വളരെ വലിയൊരു ഇൻക്രീസ് ആണ് കുട്ടികളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ളത്. ടോട്ടൽ ആപ്ലിക്കൻസിന്റെ എണ്ണത്തിലും JEE Main 2024 സെഷൻ 1ൽ അത് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് വരും. ഏതായാലും യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു ഹിസ്റ്റോറിക് വിൻ ആണെന്ന് തന്നെ പറയാം. അതിലെ ഏറ്റവും ടോപ്പ് മാർക്ക് കരസ്ഥമാക്കിയ കുട്ടികളെ പരിചയപ്പെടുത്താം. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫാത്തിമ നെസ്മ KK 99.25 ആണ് ആ കുട്ടിയുടെ പെർസെന്റൈൽ. അതുപോലെ അടുത്ത ആള് ദിയ EK 99.10% വാങ്ങിയിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് റസൽ മരക്കാർ UPS യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലെ സ്റ്റുഡന്റ് ആണ്. ഗോയിങ് ബാച്ചിൽ നിന്ന് 99.02% വാങ്ങിയിട്ടുണ്ട്. മറ്റൊരാളാണ് മുഹമ്മദ് ബിൻ ഹസൻ. വൺസ് അഗെയിൻ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലെ +2 ഗോയിങ് വിദ്യാർത്ഥിയാണ്. 98.88 ആണ് മുഹമ്മദ് ബിൻ ഹസന്റെ പെർസെന്റൈൽ. നെക്സ്റ്റ് മുഹമ്മദ് ഷാഹിദ് വില്ലൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിപ്പീറ്റ് വിദ്യാർത്ഥിയാണ്. 98.86 ആണ് ഷാഹിദിന്റെ പെർസെന്റൈൽ. അതുപോലെ ഫെനിയ ജബീൻ റിപ്പീറ്റ് വിദ്യാർത്ഥിയാണ്. 98.85 ആണ് പെർസെന്റൈൽ. മറ്റൊരാളാണ് ആഞ്ചലോസ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പബ്ലിക് സ്കൂളിലെ സ്റ്റുഡന്റ് ആണ്. +2ന്റെ കൂടെ വാങ്ങിയ മാർക്കാണ് നിങ്ങൾ പെർസെന്റൈലാണ് നിങ്ങൾ ഈ കാണുന്നത് 98.73. ഇവരൊക്കെയാണ് ടോപ്പേഴ്സ്. ഇങ്ങനെ നിരവധി കുട്ടികളുണ്ട്. ഞാൻ ആദ്യം കാണിച്ച സ്ലൈഡിൽ നിങ്ങൾക്ക് 208 സ്റ്റുഡൻസിനെ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഓൾറെഡി ഈ പോസ്റ്റുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാകും. യൂണിവേഴ്സലിലുള്ള ഈ റിസൾട്ടുകളൊക്കെ കോട്ടക്കലിലുള്ള ഒരേ ഒരു സെന്ററിൽ നിന്ന് മാത്രമാണ്. പരിമിതമായ സ്റ്റുഡൻസ് ആണ് ആക്ച്വലി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ IIT JEE അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് വേണ്ടി പഠിക്കുന്ന സ്റ്റുഡൻസ് ഉള്ളത്. അവരിൽ നിന്നുള്ള റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. നമ്മളിനി JEE മെയിൻസിന്റെ ചെറിയൊരു അനാലിസിസിലേക്ക് കടക്കുന്നു. 2023 24 വളരെ വലിയ അപ്സെറ്റുകളൊക്കെ പല സ്റ്റുഡൻസിനും ഉണ്ടായിട്ടുണ്ട്. നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടും പെർസെന്റൈൽ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച അത്ര പെർസെന്റൈൽ വരാതിരുന്നിട്ടൊക്കെ ഉണ്ട്. അതിനൊക്കെയുള്ള കാരണങ്ങളുടെ ചെറിയ പോയിന്റുകൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2023 24 തമ്മിൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, അറ്റൻഡ് ചെയ്യുന്ന പാർട്ടിസിപ്പൻസിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെർസെന്റൈലിൽ അത് വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർക്കിനനുസരിച്ചുള്ള പെർസെന്റൈൽ കിട്ടാൻ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സെഷൻ 1ലും 2ലും കൂടെ ആയിട്ട് 2023 കഴിഞ്ഞ വർഷം സെഷൻ 1 ജനുവരിയിലും സെഷൻ 2 ഏപ്രിലുമായിട്ട് 8,23,000 സ്റ്റുഡൻസ് ആണ്, 23,967 സ്റ്റുഡൻസ് ആണ് സെഷൻ 1ൽ അപ്പിയർ ചെയ്തിട്ടുള്ളത്. സെഷൻ 2ൽ അത് കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്തു. 8,83,000 സ്റ്റുഡൻസ് ആയി മാറി. ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ സം ചെയ്ത വാല്യൂ അല്ല ആക്ച്വലി. കാരണം ഇതിൽ എഴുതിയ ഒരുപാട് സ്റ്റുഡൻസ് ഇതിലും എഴുതിയിട്ടുണ്ടാകും. ടോട്ടൽ ആയിട്ട് യുണീക്ക് ആയിട്ടുള്ള ഒരാൾ തന്നെ 2 പ്രാവശ്യം എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരു ആളായിട്ട് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. യുണീക്ക് ആയിട്ട് 11,13,325 സ്റ്റുഡൻസ് ആണ്. NTA കഴിഞ്ഞ വർഷത്തെ പ്രസ് റിലീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ആണത്. കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഇത്രയും സ്റ്റുഡൻസ് ആണ് കഴിഞ്ഞ വർഷം JEE Mainന് ഫൈനലി അപ്പിയർ ചെയ്തെങ്കിൽ ഈ വർഷത്തെ ഫസ്റ്റ് സെഷനെ കഴിഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് സെഷനിൽ അപ്പിയർ രജിസ്റ്റർ ചെയ്ത് 12 ലക്ഷത്തിനപ്പുറമാണ്. അപ്പിയർ ചെയ്ത സ്റ്റുഡൻസിന്റെ എണ്ണം 11,70,048 ആണ്. നിങ്ങൾ നേരത്തെ കണ്ടു സെഷൻ 1ൽ നിന്ന് 2ലേക്ക് വരുമ്പോൾ കുറച്ച് ഇൻക്രീസ് ഉണ്ട്. അതേ ഒരു ഇൻക്രീസ് പെർസെന്റേജ് വൈസ് എക്സ്ട്രാപ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ സെഷൻ 2ൽ 12,50,000 സ്റ്റുഡൻസ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്പെക്കുലേഷൻ മാത്രമാണ്, പ്രഡിക്ഷൻസ് മാത്രമാണ്. അഥവാ ലീനിയർ ആയിട്ട് നമ്മൾ നേരെ അതേപോലെ ഇതേ ഇൻക്രീസ് ഇവിടെയും വരികയാണെങ്കിൽ ഇത്രയും ഇൻക്രീസ് ഇവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ടോട്ടൽ യുണീക്ക് കാൻഡിഡേറ്റ്സിന്റെ എണ്ണത്തിന്റെ കണ്ടീഷൻ ഇതേപോലെ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം അത് ടോട്ടൽ 11 ലക്ഷത്തിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് അത് 15,80,000 ഇൻക്രീസ് ചെയ്യണം. സോ JEE എന്ന് പറയുന്ന അഥവാ എഞ്ചിനീയറിംഗ് കോളേജുകൾ NIT IIT പോലുള്ള കോളേജുകളിലേക്കുള്ള കുട്ടികളുടെ പ്രവേശനം, അവർക്കിടയിലുള്ള കോമ്പറ്റീഷൻ മുൻ വർഷത്തെക്കാളും കൂടുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സ്വാഭാവികമായിട്ടും പാർട്ടിസിപ്പൻസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പെർസെന്റേജിൽ താഴെ പോകാനും, കൂടാതെ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് കാലിക്കറ്റ് NITയിൽ കേരളത്തിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റേറ്റ് കോട്ട 50% ഉള്ളത് കൊണ്ട് മാത്രമാണ് കാലിക്കറ്റ് NITയിൽ പല സ്റ്റുഡൻസിനും റിസർവേഷനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 95%
അഡ്മിഷൻ കിട്ടിയിരുന്നുവെങ്കിൽ ഈ വർഷം അതിനുള്ള സാധ്യത കുറയും. ഓക്കെ, എനിവേ ഇതാണ് 2023 24 സംഭവിച്ച കാര്യങ്ങൾ, അഥവാ പാർട്ടിസിപ്പൻസിന്റെ എണ്ണത്തിൽ വന്നിട്ടുള്ള ഇൻക്രീസ്. അത് സ്വാഭാവികമായിട്ടും നമുക്ക് എത്ര പെർസെൻറ്റൈലിന് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ളതും നമ്മുടെ റാങ്കും അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളുടെ എണ്ണമൊക്കെ വെച്ച് നമുക്ക് ചെറിയൊരു അനാലിസിസ് ഒക്കെ നടത്താം. IITസിലേക്ക് സ്വാഭാവികമായിട്ടും IITയിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്ന എക്സാം അല്ല JEE മെയിൻസ്, അത് IITയിലേക്കുള്ള അഡ്മിഷനുള്ള JEE അഡ്വാൻസിനുള്ള ക്വാളിഫയിങ് റൗണ്ട് മാത്രമാണ്. ബട്ട് ഒബ്വിയസ്ലി ഈ മെയിൻസിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ആളുകളായിരിക്കും അഡ്വാൻസിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നതും അതിൽ തന്നെ ഏറ്റവും മുകളിൽ വരാൻ പോകുന്നതും. നമ്മൾ ബാക്കിയുള്ള കണ്ടീഷൻസ്, ബാക്കി പാരാമീറ്റേഴ്സ് ഒന്നും പരിഗണിക്കാതിരിക്കുകയാണെങ്കിൽ, റഫായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ 17,385 സീറ്റാണ് IITസിലുള്ളത്. അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ, അഥവാ അടുത്ത അഡ്വാൻസും കൂടെ എഴുതിയിട്ട് നിങ്ങൾ എത്തുള്ളൂ, 98.9% മുകളിലുള്ള ആൾക്കാരാണ് ആ ഒരു റേഞ്ചിലേക്ക് എത്തുക. അതിന്റെ താഴെയുള്ള സീറ്റുകളാണ് അതിന് അഡ്വാൻസ് ക്വാളിഫൈ ചെയ്യണം. ഞാൻ ആദ്യമേ പറയുന്നു ഇതിൽ നിന്ന് കിട്ടും എന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. നമ്മൾ അതങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി സ്വാഭാവികമായിട്ട് അതിന് താഴെയുള്ളവർ NITസിൽ പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. NITസിൽ ടോട്ടൽ ആയിട്ടുള്ള സീറ്റുകളുടെ എണ്ണം 23,954 സീറ്റുകളാണ്. അതിന് നിങ്ങൾ 97.38% മുകളിലെങ്കിലും വരേണ്ടി വരും. ഇവിടെ നമ്മൾ സ്റ്റേറ്റ് റിസർവേഷനോ OBC അതുപോലെ തന്നെ EWS പോലെയുള്ള റിസർവേഷൻ ക്രൈറ്റീരിയകളോ ഒന്നും പരിഗണിക്കാതെ പറയുന്നതാണിത്. അതായത് 97.4 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, നൗ ഇനി നമുക്ക് കേരളത്തിലെ കാലിക്കറ്റ് NITയിൽ കിട്ടാനുള്ള ഒരു പെർസെൻറ്റേജ് പറയുമ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഒരു 95 കിട്ടിയിട്ടുള്ള ആളുകളുണ്ട്. റിസർവേഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ്, സ്റ്റേറ്റ് റിസർവേഷൻ OBC റിസർവേഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണെങ്കിൽ ഇപ്രാവശ്യം അതൊരു 96% ഉയരാനുള്ള സാധ്യത ഉണ്ട്. അതായത് 97 മുകളിൽ വേണ്ടി വരും. സ്റ്റേറ്റ് റിസർവേഷനിൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ, ഒരു OBC കാറ്റഗറിയോ EWS ഒക്കെ ആണെങ്കിൽ മേ ബി അതൊന്നും കൂടെ താഴെ വന്നിട്ട് 96%. മുമ്പ് 95% നമുക്ക് കിട്ടുമെന്ന് പറയാമായിരുന്നെങ്കിൽ ഇപ്പം അതിനുള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥയാണ്. എനിവേ 95% തന്നെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ വർഷത്തെക്കാളും ഒരുപാട് കുട്ടികൾ, അഥവാ ടോട്ടൽ 82 കുട്ടികൾ 95% ഓർ എബവ് വാങ്ങിയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. ഇനി താഴേക്ക് വരികയാണെങ്കിൽ IITs ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അവിടെയുണ്ട് 7,700-ലധികം സീറ്റുകൾ. ഇനി കുറേയൊക്കെ സ്റ്റുഡൻസ് ഈ IITസിലും NITസിലും പോവാതെ ടോപ്പ് റാങ്ക് ഉള്ളവർ തന്നെ മറ്റ് വളരെ പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. IISc ബാംഗ്ലൂർ ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, ISRO ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിവാൻഡ്രത്തുണ്ട്. അതുപോലെ തന്നെ BITS ഉണ്ട്. BITSൽ പോകുന്ന ആൾക്കാരുണ്ടാവും. NITയേക്കാളും ബെറ്റർ ഒക്കെ ആയിട്ട് പലരും BITSനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ BITSൽ പോകുന്ന ആൾക്കാരുണ്ടാവും. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള മാത്തമാറ്റിക്സിനൊക്കെ വളരെ ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അങ്ങനെ പോകുന്നവരുണ്ടാവും. അവരുടെ എണ്ണം ഒന്നും നമുക്ക് കൃത്യമായിട്ട് എത്ര പോകുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് സ്പെക്കുലേഷൻസ് മാത്രമാണിത്. 97% മുകളിൽ വേണ്ടി വരും NIT കിട്ടണം എന്നുണ്ടെങ്കിൽ. ഏതെങ്കിലുമൊക്കെ ബ്രാഞ്ചസ് സ്റ്റേറ്റ് കോട്ടയിൽ തന്നെ, നമ്മളെ കേരളത്തിലുള്ള NIT കിട്ടാനാണെങ്കിൽ നമുക്കൊരു 96% അടുത്ത് വേണ്ടി വരും. റിസർവേഷനൊക്കെ ഉണ്ടെങ്കിൽ, ഫീമെയിൽ സ്റ്റുഡൻസ് ആണ് എങ്കിൽ ഫീമെയിൽക്ക് എക്സ്ട്രാ ന്യൂമറി റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 95% അതിന് കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്ന് മാത്രം പറയുന്നു. നൗ മറ്റൊരു ഇമ്പോർട്ടൻ്റ് അപ്സെറ്റ് എന്ന് പറയുന്നത്, പെർസെൻറ്റൈൽ എന്ന് പറയുന്ന ഈ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന രീതിക്ക് കാരണം JEE മെയിൻ 2 സെഷൻസ് ആയിട്ടും ഡിഫറെന്റ് ഷിഫ്റ്റുകളായിട്ടും നടക്കുന്നു. അവരെ നോർമലൈസ് ചെയ്യാനാണ് നമ്മൾ പെർസെൻറ്റൈൽ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന ഷിഫ്റ്റുകളിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഒരേ ലെവൽ ആയിരിക്കണം എന്നില്ല. കഴിഞ്ഞ വർഷം ഈ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം ഏറ്റവും ടഫ് ആയിട്ടുള്ള പേപ്പറും ഏറ്റവും ഈസി ആയിട്ടുള്ള പേപ്പറിൽ 99% സ്കോർ ചെയ്യാൻ വേണ്ടിയിരുന്ന ഡിഫറൻസ് ഒരു 30 മാർക്സിന്റെ ഡിഫറൻസ് ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം വളരെ വലിയ വ്യത്യാസം അതിൽ വന്നിട്ടുണ്ട്. 27 ജനുവരിയിലെ മോർണിംഗ് ഷിഫ്റ്റും 31 ജനുവരി ഈവനിങ് ഷിഫ്റ്റും, ഈ 2 ഷിഫ്റ്റുകളാണ് ഏറ്റവും ഈസിയും മറ്റേത് ഏറ്റവും ടഫും. അഥവാ 99% സ്കോർ ചെയ്യാൻ ഈ പറയുന്ന ജനുവരി 27 മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ 236 മാർക്ക്. അതേസമയം ജനുവരി 31 ഈവനിങ് ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 151 മാർക്ക് മതി. അപ്പം നമ്മളൊക്കെ പല സ്റ്റുഡൻസിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു 180 മാർക്സ് ഒക്കെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ JEE മെയിൻസിൽ നല്ല സ്കോറാണ്, ഒരു 98 or 99% വരും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു അനാലിസിസ് ഒക്കെ വെച്ച് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ആ കണക്കൂട്ടിലൊക്കെ തെറ്റിച്ചിട്ട് ഈ പറയുന്ന 27th മോർണിംഗ് ഷിഫ്റ്റ് ആക്ച്വലി വളരെ ഈസി ആയിരുന്നു. അവിടെ മാർക്ക്, നല്ല മാർക്ക്, അതായത് 230 മാർക്ക്, 236 എബവ് ഉണ്ടെങ്കിൽ മാത്രമേ 99% വരുന്നുള്ളൂ. അതേസമയം 31 ജനുവരി ഈവനിങ് ഷിഫ്റ്റിൽ അത് 151 മതി. അത് 95%ലേക്കും 90%ലേക്കും വരുമ്പോൾ യഥാക്രമം നോക്കിയേ, 90% വരണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ജനുവരി 27th ഷിഫ്റ്റിൽ 139 മാർക്കും
31st ഈവനിങ് ഷിഫ്റ്റിൽ 72 മാർക്സ് മതി. സോ ഭയങ്കരമായ ഒരു ഡിഫറൻസ് മാർക്കിന്റെ കാര്യത്തിലും എക്സാം പേപ്പറിന്റെ ലെവലിന്റെ കാര്യത്തിലും, അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, ഓരോ ഷിഫ്റ്റിലും എഴുതിയ കുട്ടികളുടെ എണ്ണത്തിന്റെ കാര്യത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് പല സ്റ്റുഡൻസിനും നല്ല മാർക്ക് നമ്മൾ അതായത് നല്ല പെർസെൻറ്റേജ് പ്രതീക്ഷിച്ചിട്ടും നമ്മുടെ പെർസെൻറ്റേജ് താഴെ പോകാനുള്ള കാരണം. ഏതായാലും എന്നെ കാണുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്രാവശ്യം ഈ സെഷനിൽ പെർസെൻറ്റേജ് കുറച്ച് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ തീവ്രമായിട്ട് പരിശീലിക്കുക. നെക്സ്റ്റ് സെഷൻ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സെഷൻ 1-നേക്കാളും കൂടുതൽ സ്കോർ അതേ പെർസെൻറ്റേജ് കരസ്ഥമാക്കാൻ സെഷൻ 2 വേണ്ടി വരും. ബട്ട് you have to prepare well, study hard. Wish you all the best. Thank you.